സാറെന്നെ അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കണേ. എന്തോ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി സംഭവം എന്താണെന്ന്. അങ്ങനെ മനസ്സിലായില്ല. നിയമസഭാ ഇലക്ഷൻ വരാൻ പോവല്ലേ? ഈ നിയോജക മണ്ഡലത്തേക്ക് MLA സ്ഥാനാർത്ഥിയായിട്ട് ക്ലീറ്റർ മെച്ചമ്പി നിർത്താനുള്ള തീരുമാനമാണ്. അതാ പെട്ടെന്ന് മോണി വിളിച്ച് അങ്ങോട്ട് എല്ലാം പറഞ്ഞു. അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഒരു സംസാരം പാർട്ടിയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഞാനതൊന്നും കാര്യമാക്കാറില്ല. ഇനി പാർട്ടിയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അതങ്ങ് ശിരസാ വഹിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് ഇത് കേൾക്കുമ്പോഴാണ് എന്തോ വലിയ കഷ്ടപ്പെട്ടാവണ പോലെ നല്ല ആഗ്രഹമുണ്ട്. സത്യം പറ ക്ലീറ്റോന് MLA ആവാൻ ആഗ്രഹമില്ലേ? അതെ, അങ്ങനെയല്ല. വിട്. ഒരു പാർട്ടിയുടെ തീരുമാനങ്ങൾ എന്താണോ അത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നവനാണ് ഒരു യഥാർത്ഥ പ്രവർത്തകൻ. അത്രയും ഞാൻ ചെയ്തുള്ളൂ. ബാക്കി ഞാൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ സമയമല്ല, സാറ് വിളിച്ച് പെട്ടെന്ന് എല്ലാം പറഞ്ഞു. തങ്കൻ്റെ അടുത്ത് ആ പോക്കിൽ ഒരു MLAയുടെ മണം അടിക്കുന്നുണ്ടല്ലോ. അതായത് ഈ വീട്ടിൽ ഒരു MLA, മെമ്പറുടെ ഭർത്താവ് MLA. സംഗതി നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട MLA എത്തിയല്ലോ. ഞങ്ങളുടെ നിവേദനങ്ങൾ കൊടുത്തോളൂ കേട്ടോ. ഇവർക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കും. റെസിഡൻസിയുടെ ഓഡിറ്റോറിയത്തെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. കുണ്ടാങ്കടമുണ്ട് അല്ലേ? അത് ഞാൻ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കാം. ഇത് കൊടുത്തോളൂ. വേണ്ട ചെയ്തു തരാം. അതെ, ഒരു 5 ലക്ഷം രൂപ അത് MLA ഫണ്ടിൽ നിന്ന് കൊടുക്കണ്ട, എൻ്റെ വ്യക്തിപരമായ അതിൽ നിന്ന് കൊടുത്താൽ കേട്ടോ. അതിനുള്ള ഏർപ്പാട് ചെയ്തു തരുമേ. കല്യാണം എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ കേട്ടോ. അവിടെ എന്താ ആവശ്യം? എത്ര ഫണ്ടാണ് പ്രതീക്ഷിക്കുന്നത്? സാറേ, ഞാൻ അപ്പുക്കുട്ട സാറിനായിട്ട് കണ്ടിട്ടേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ. ഹലോ, എന്താ ആലോചിച്ചിട്ടിരിക്കുന്നത്? ഞാൻ ഇറങ്ങിയേ. ഒന്നും കഴിച്ചില്ലല്ലോ. അതിനിപ്പോ അപ്പുക്കുട്ട സാറായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആ സന്തോഷ വാർത്തയും കൂടെ അറിഞ്ഞിട്ട് 2 ദോശ കൂടുതൽ കഴിക്കാൻ നായര കടയിൽ നിന്ന്. ശരി എന്നാ.